ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മീർപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് സച്ചിയോടായിട്ട് സച്ചിയേട്ടന് ദേഷ്യമാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത്. സുധിയും ഇതേ രീതിയിൽ തന്നെ സച്ചി നിൻ്റെ ദേഷ്യമാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം കൂടിക്കൂടി വരാൻ കേട്ടോ. പിന്നീട് ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ്റെ ദേഷ്യം കാരണമാണ് എല്ലാം സംഭവിച്ചത്. സച്ചിയേട്ടനും പേടിച്ചിട്ടാണ് അന്ന് ഞാൻ അച്ഛനോട് പോലും എല്ലാ കാര്യം തുറന്ന് പറയാൻ പറ്റാതെ വന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അച്ഛൻ ഞങ്ങളുടെ കല്യാണം നടത്തുന്നുണ്ട്, ഈ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുന്നത് കേട്ട് സച്ചിക്ക് ദേഷ്യം ഇറക്കാനാകാതെ ശ്രീകാന്തിൻ്റെ കോളന്ന് കുത്തിപ്പിടിക്കുകയാണ് സച്ചി. പെട്ടെന്ന് തന്നെ സുധി സച്ചിയെ തള്ളി നീക്കുന്നുണ്ട്. തെറിച്ച് വീഴാൻ പോകുന്ന സച്ചി വേഗം തന്നെ നേരെ നിന്നിട്ട് പറയുന്നുണ്ട്, ആ കൊള്ളാം, കള്ളന്മാരും ഒളിച്ചോടിപ്പോയവരും എല്ലാം ഒന്നായല്ലേ, നിങ്ങൾ ഓരോ തെറ്റ് ചെയ്തിട്ട് അതെല്ലാം എൻ്റെ തലയിലേക്ക് കൊണ്ടുവയ്ക്കാൻ പോവുകയാണല്ലേ, നന്നായി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും സുധി പറയാണ്, നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീകാന്തെ, വാ നമുക്ക് താഴത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് താഴത്തേക്ക് പോവാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ സുധി വർഷയെ അണിയിച്ചൊരുക്കി ഒരു മണവാട്ടി പെണ്ണിനെ പോലെ ആക്കി നമ്മൾ ചന്ദ്രയുടെ മുന്നിലേക്ക് കൊണ്ടു നിർത്തുകയാണ്. ചന്ദ്രയ്ക്ക് സുധീനെ കാണാൻ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ രേവതി ഉണ്ടാവും. രേവതിയെ പോലെ ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്ന് വന്നതല്ല വർഷ, മാത്രമല്ല അവൾ ബ്യൂട്ടീഷ്യൻ പഠിച്ച മലേഷ്യയിലാണ്, അവൾ വലിയ വീട്ടുകാരിയാണെന്നൊക്കെ ചന്ദ്ര വലിയ പറഞ്ഞ് പൊക്കി പറയുന്ന സമയത്ത് വേഗം തന്നെ വർഷ രേവതിയെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, രേവതി ചെയ്യുന്നുണ്ട് നിസ്സാര പണിയാണെന്നാണോ, എനിക്കൊരു പൂ പോലും മര്യാദയ്ക്ക് കെട്ടാൻ അറിയില്ല, പിന്നെ രേവതി ചേച്ചിയുടെ പാചകം നല്ല അടിപൊളിയാണ്, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിൽക്കാനുള്ള കഴിവൊക്കെ രേവതി ചേച്ചിക്കുണ്ട് എന്നൊക്കെ വർഷ പറയുമ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇവളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, ഇവളെന്ത് പറഞ്ഞാലും രേവതിനെ പൊക്കി പിടിച്ചാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതിനുശേഷം വർഷയും കൂട്ടിക്കൊണ്ട് ഹാളിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ചന്ദ്ര. അപ്പോൾ ഈ സമയം തന്നെ അങ്ങോട്ടേക്ക് ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് സുധിയും വരുന്നുണ്ട്. ടെറസിൻ്റെ മുകളിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ സുധി വിശദമായി തന്നെ പറഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ട് ചന്ദ്ര ദേഷ്യത്തോടു കൂടി അവന് ഭ്രാന്താണ് എന്ന് പറയുകയാണ്. വേഗം തന്നെ വർഷ ശ്രീകാന്തിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് ചേർത്ത് നിർത്തിയതിന് ശേഷം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ അയാളെ കാണാൻ പോയത്, അയാളെ കാണാൻ പോകേണ്ട കാര്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് രവി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. രവിനെ കാണുമ്പോഴത്തേക്കും എല്ലാവരും മൊത്തത്തിൽ ശാന്തമാവുകയാണ്. ഈ ചുരുക്കിയിരിക്കുന്ന വർഷയെ കാണുമ്പോഴത്തേക്കും രവി ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ചന്ദ്ര വേഗം പറയുന്നുണ്ട്, അല്ല ചടങ്ങുകൾ പ്രകാരം ഇന്നവരെ ശാന്തി മുഹൂർത്തമല്ലേ, അത് നടത്തുന്നതിന് വേണ്ടി അണിയിച്ചൊരുക്കിയിരിക്കുന്നതാണെന്ന് പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, നന്നായി. രവിയെ കാണുമ്പോൾ തന്നെ നമ്മുടെ രേവതി ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് ഓടുവെന്ന് രവിക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. രവി അത് മേടിച്ച് കുടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം തന്നെ വർഷ ചോദിക്കുകയാണ്, അല്ല അങ്കിൾ അതിനെ വെള്ളം ചോദിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ രേവതി ചേച്ചിക്ക് മനസ്സിലായി അങ്കിളിന് ദാഹിക്കുന്നുണ്ട് എന്നൊക്കെ വർഷ ഒരു അതിശയത്തോടുകൂടി ചോദിക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, പുറത്തുനിന്ന് ഒരാൾ പുതിയത് വന്നാലോ വീട്ടിലുള്ള ആൾ പുറത്ത് പോയിട്ട് വന്നാലോ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം, അത് മര്യാദയാണ്, ഇതൊക്കെ മോളും അറിഞ്ഞിരിക്കണം എന്നൊക്കെ വർഷയോടായിട്ട് പറയുകയാണ്. പിന്നീട് രവി ചുറ്റുമൊന്ന് നോക്കിയതിന് ശേഷം സച്ചി എന്തെന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചിയേട്ടൻ ടെറസിൻ്റെ മുകളിലാണെന്ന് ഒരു പേടിയോടുകൂടി തന്നെ ചന്ദ്രനെ നോക്കിയിട്ട് രേവതി പറയുകയാണ്. വേഗം തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അല്ല ഈ വീട്ടിൽ വേറെ മുറികളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇവർക്ക് ശാന്തി മുഹൂർത്തത്തിനുള്ള മുറി ഒരുക്കിയത് സച്ചിയുടെ റൂമിലാണെന്ന് ചന്ദ്ര മറുപടി പറയുന്നുണ്ട്. സച്ചി എന്ന് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് രവി. അതിനുശേഷം രേവതിയായിട്ട് സച്ചിയെയും കൂട്ടിക്കൊണ്ടുപോവാ, ഇവരെ അനുഗ്രഹിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്തിന് അവനിവിടെ വന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷ പറയുക, അതേ എങ്കിൽ ശ്രീകാന്തിൻ്റെ ആയിട്ട് വേണ്ട എന്ന് പറയുകയാണ്. വേഗം തന്നെ രവി പറയുന്നുണ്ട്, അങ്ങനെയല്ല മോളെ, വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോൾ എല്ലാവരും വേണം, പ്രത്യേകിച്ച് സച്ചിയെപ്പറ്റി നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ട എന്നൊക്കെ നമ്മുടെ രവി പറയുന്നുണ്ട്. അതിനുശേഷം രേവതിയോടായിട്ട് സച്ചിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറയുകയാണ്. ഇതേ സമയം സച്ചിയാകട്ടെ ദേഷ്യം അടക്കാനാകാതെ ടെറസിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം കേട്ടോ. ഈ സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. രേവതിയെ കാണുമ്പോൾ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ ഇനി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, എൻ്റെ ദേഷ്യമാണ് എല്ലാത്തിനും കാരണമെന്നാണ് ശ്രുതിയും ശ്രീകാന്തും പറഞ്ഞത്, ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടി പറ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി സച്ചിയെ സമാധാനിപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, അവർ പറയുന്നതൊന്നും നിങ്ങൾ വലിയ കാര്യമായിട്ട് കേൾക്കണ്ട, ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിട്ടാൽ മതി, നിങ്ങൾ നന്നായിട്ട് അധ്വാനിച്ചല്ലേ ജീവിക്കുന്നത്, കുടുംബവും നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് രേവതി പതിയൊക്കെ സച്ചിനെ ഒന്ന് തണുപ്പിക്കുകയാണ്. അതിനുശേഷം വർഷയും ശ്രീകാന്തിനെ അനുഗ്രഹിക്കാനായിട്ട് അച്ഛൻ താഴത്തേക്ക് വരാൻ പറഞ്ഞു എന്നൊക്കെയുള്ള കാര്യം രേവതി പറയുമ്പോഴത്തേക്കും സച്ചി ആദ്യമൊന്നും കൂട്ടാക്കുന്നില്ല. പിന്നീട് നമ്മുടെ രേവതി ബലം പിടിച്ച് തന്നെ സച്ചിയെ താഴത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. ഇതേ സമയം ചന്ദ്ര പറയുന്നുണ്ട്, നമുക്ക് ചടങ്ങൊക്കെ നടത്താൻ രവിയേട്ട, അവനെ നോക്കി നിൽക്കണേ എന്തിനാ, അവൻ വന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ തന്നെ വർഷയും പറയുന്നുണ്ട്, ശരി അങ്കിൾ, ശ്രീകാന്തിൻ്റെ ഏട്ടന് ഞങ്ങൾ ഇഷ്ടമല്ല, വന്നാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് രേവതി ചേച്ചിയുടെ മാത്രം അനുഗ്രഹം മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് പറ്റില്ല മോളെ, കുടുംബത്തിലുള്ള എല്ലാവരും അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചിയും കുട്ടിക്കൊണ്ട് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വന്ന ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ആരെങ്കിലും ഒളിമ്പിക്സിൽ ഓടാൻ പോകുന്നുണ്ടോ, ആ ശരിയാണ്, ഓട്ടം തന്നെയാണ് ഇവിടെ നടന്നത്, അതിൻ്റെ അനുഗ്രഹ ചടങ്ങ് നടക്കുകയാണോ എന്നൊക്കെ കളിയാക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്, ഇവൻ ഓരോന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ
ചന്ദ്രയും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഒന്നും പ്രതികരിക്കാനാവാതെ ദേഷ്യം ഉള്ളിലടക്കി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വർഷ. മിണ്ടാതിരിക്കും സച്ചി, വന്നിവിടെ അനുഗ്രഹിക്കുന്ന രവി പറയുകയാണ്. അന്നേരണ്ട് നമ്മുടെ സച്ചി ഒന്ന് ശാന്തമാകുന്നത്. അങ്ങനെ നമ്മുടെ വർഷയും ശ്രീകാന്തും ആദ്യം ചെന്ന് അനുഗ്രഹം മേടിക്കുന്നത് രവിയുടെയും ചന്ദ്രയുടെയും കാലിലാണ്. പിന്നീട് ശ്രുതിയുടെയും കേട്ടോ. അങ്ങനെ അവസാനം നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ഊഴം വരുന്ന സമയത്ത് രവിയുടെ നിർബന്ധപ്രകാരം തന്നെ ഇരുവരെയും അനുഗ്രഹിക്കുകയാണ് സച്ചി. അതിനുശേഷം രവി പറയുന്നുണ്ട്, എടാ സച്ചി, രണ്ട് നല്ല വാക്കെങ്കിലും പറയേ, നന്നായി വരട്ടെ എന്നെങ്കിലുമൊക്കെ പറയേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നന്നായി വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള പൂക്കളെടുത്ത് വലിച്ച് എറിയാണ് കേട്ടോ സച്ചി. അതിനുശേഷം രവി വർഷയോടായിട്ട് നിങ്ങൾ നന്നായിട്ട് ജീവിക്കണം, നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം തന്നെ നിങ്ങളായിട്ട് തന്നെ മാറ്റണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വർഷ വേഗം ചോദിക്കുന്നുണ്ട്, ഞങ്ങളായിട്ട് എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു, അത് ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒരു അതിശയത്തോടെ തന്നെ വർഷയെ നോക്കുകയാണ്. രവിയാണെങ്കിൽ വർഷയുടെ മറുപടി കേട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് തരിച്ചു നിൽക്കുകയാണ്. സച്ചി പറയുന്നുണ്ട്, ആ കേട്ടോ, എല്ലാവരും കേട്ടോ, നിങ്ങൾക്ക് ഇത് തന്നെ വരണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. വേഗം തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷ നിന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞതെന്ന് പറയുകയാണ്. എന്തിനാണ് ശ്രീകാന്ത് മിണ്ടാതിരിക്കുന്നത്, ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത്, അങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയല്ലേ ഞാൻ പറഞ്ഞോളൂ എന്ന് ചോദിക്കാണ് കേട്ടോ. വേഗം തന്നെ രവി പറയുന്നുണ്ട്, ശരിയാണ്, കല്യാണം കഴിച്ചത് തെറ്റൊന്നുമല്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു, നിങ്ങളുടെ കല്യാണത്തിൻ്റെ പേരിൽ ഞാനും ചന്ദ്ര അനുഭവിച്ചത് പോട്ടെ, അത് കർമ്മദോഷം എന്ന് വിചാരിക്കാം. പക്ഷേ രേവതി, ഒന്നും അറിയാത്ത രേവതിയുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ അറിയാമോ എന്ന് രവി ചോദിക്കുമ്പോഴത്തേക്കും എന്നൊക്കെ രവി പറയുമ്പോഴത്തേ രേവതി ദയനീയമായിട്ട് നോക്കിയാണ് വർഷ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ തമിഴ് റീമേക്കായ സിറക്കടിക്ക് മാസ്റ്ററിൽ നിന്നാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.